Good afternoon, all. Okay. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു, പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും വരുന്ന ബെനിഫിറ്റ്സുകൾ. Then ways to improve patient satisfaction. അതിൽ 8 ക്രിയേറ്റീവ് വേസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചായിരുന്നോ 8 ക്രിയേറ്റീവ് വേസ്? അവിടെ വരെയല്ലേ നമ്മൾ നിർത്തിയത്? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്ന് വായിക്കാം. First one, ensure timely follow-ups. Focus on communication between providers and patients. Maintain transparency with the patients. Prioritize short wait times. Strive to implement procedures to educate patients about the treatment plans. Utilize feedback from patients to analyze the patient satisfaction metrics. Implement a technological support system for greater facility efficiency, improve the facility environment and the culture. Okay, അപ്പൊ ഇതാണ് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ, പേഷ്യന്റിന്റെ സംതൃപ്തി കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് മാർഗങ്ങൾ. ഇനി ബാക്കി വരുന്ന എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ ഒരു പേഷ്യന്റിന്റെ സംതൃപ്തിയെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഓരോ പോയിന്റ്സ് ആണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഓരോ പോയിന്റ്സും വായിക്കാം, എന്നിട്ട് അതിന്റെ എന്താണോ അതിന്റെ കണ്ടന്റ് നമുക്ക് സിമ്പിൾ ആക്കിയത് കണ്ടന്റ് എന്ന് പറയാം. ഓക്കെ, നോക്കാട്ടോ. ഫിയർ ഓഫ് ഫസ്റ്റ് വൺ, ഡെവലപ്പ് റാപ്പോർട്ട്. ഫസ്റ്റ് വൺ ആണ് ഡെവലപ്പ് റാപ്പോർട്ട്. റാപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ മീനിങ്? റാപ്പോർട്ട് മീൻസ് ബന്ധം, റിലേഷൻ എന്നൊക്കെ പറയില്ലേ, റിലേഷൻ. അപ്പൊ ഒരു പേഷ്യന്റും ഇവിടെ ബന്ധം എന്ന് പറയുന്നത് ആര് തമ്മിലാണ്? പേഷ്യന്റും അല്ലെങ്കിൽ ഹോസ്പിറ്റലും ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡെവലപ്പ് റിലേഷൻ വികസിപ്പിക്കുക. ഇങ്ങനെയാണ് അത് വികസിപ്പിക്കുന്നത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ഞാൻ വായിക്കാം ആദ്യം, എന്നിട്ട് അതിന്റെ മീനിങ് പറയാം. നോക്കാം. Fear often gets in the way of patient's ability to retain important clinical information, which includes self-care instructions. Practitioners who spend a few minutes engaging with the patient before starting their clinical treatment help set up sense of trust with their patients. അല്ലെ, അതായത് ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? ഭയം അല്ലെ, പേടിപ്പെടുത്തുന്നത്. പേഷ്യൻസിന് അവരുടെ ചികിത്സയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഒരു ഭയാനകമാണെന്ന് അല്ലെ, കാരണം അവരുടെ അസുഖങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളത്, അതായത് അവരുടെ ഉള്ളിൽ തന്നെ അറിയാമോ അവർക്ക് ഇന്ന അസുഖമാണ്, ഇന്ന ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിന് അവരുടെ രോഗങ്ങളെ കുറിച്ചിട്ട് ഭയാനകമാണെന്ന് അവരുടെ ചിന്ത അങ്ങനെയാണ്. അല്ലെങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കൊരു അസുഖങ്ങളൊക്കെ ടെസ്റ്റിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പേടി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും അല്ലെ. സോ അതിനാൽ പ്രാക്ടീഷണേഴ്സ് who spend a few minutes engaging with the patient, നമ്മള് ഡോക്ടറെ കാണുന്നവര് മുൻപായിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീഷണേഴ്സ്, ഈ ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് കുറച്ചു നേരം ഒരു ഫ്യൂ മിനിറ്റ്സ് എൻഗേജ്ഡ് ആയിരിക്കണം എന്ന്. പേഷ്യൻസിനോട് അവരുടെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു ഫോർമൽ അല്ല ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഡോക്ടേഴ്സ് കുറച്ചു നേരം പേഷ്യന്റിനോട് സ്പെൻഡ് ചെയ്യണം എന്ന്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിനോട് ഒരു വിശ്വാസവും പേഷ്യന്റിന് ഉണ്ടാകും, അതുപോലെ തന്നെ അവരുടെ ഭയം കുറച്ച് കുറയ്ക്കാനും സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബൈ റെഡ്യൂസിംഗ് their patient fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അല്ലെ, അതുപോലെ തന്നെ രോഗികളുടെ ഭയം കുറയ്ക്കുന്നതിലൂടെ രോഗികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതായത് അവരുടെ മാനസികതയെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? അവരുടെ ആരോഗ്യത്തിന്റെ ചുമതലകൾ ഡോക്ടേഴ്സ് ഏറ്റെടുക്കും. ഈ ഏറ്റെടുക്കുന്നതിലൂടെ അവർക്ക് രോഗികളെ കൂടുതൽ അത് ശക്തിപ്പെടുത്താനും അവരുടെ പേടിയെ കുറച്ച് കുറയ്ക്കാനും സഹായിക്കുന്നു. ഓക്കെ, അതാണ് ഡെവലപ്പ് റാപ്പോർട്ടിൽ പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് ഡോക്ടേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ഒരു റിലേഷൻ കുറച്ച് വികസിപ്പിക്കുകയാണ്. അതായത് പേഷ്യൻസ് കുറച്ചു നേരം പേഷ്യൻസിനോട് കുറച്ചു നേരം ഒരു എൻഗേജ്ഡ് ആയിരിക്കുക, മീൻസ് ഫോമൽ അല്ലാതെ ഒരു നോ ഫോമൽ ടോക്കിങ്ങില്ല സംസാരിക്കുക അവരോട് അല്ലെ. അവരുടെ അസുഖത്തെ കുറിച്ച് അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡോക്ടർ കുറച്ചു നേരം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് നീക്കം ചെയ്യാനും അവരുടെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും സാധിക്കുന്നു. ഓക്കെ, ഇതാണ് ഡെവലപ്പ് റാപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഈ പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കിയേ. അപ്പൊ അതിലെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ എന്താണോ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓരോ പോയിന്റിലും പറയുന്നത്. ഡെവലപ്പർ ആപ്പ് ഉണ്ട് കേട്ടോ, വായിക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ ഡെവലപ്പർ ആപ്പ്? അടുത്ത പോയിന്റ് നോക്കാം. മേക്ക് ഇറ്റ് പേഴ്സണൽ. പേഴ്സണൽ ആക്കാൻ എങ്ങനെയാണ് പേഴ്സണൽ ആക്കണമെന്ന് നോക്കാം കേട്ടോ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് who try to keep eye contact with their patients rather than boldly looking at a computer screen and charts display their dedication to the patients. അതായത് എന്താണ്, കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും അതുപോലെ തന്നെ ചാർട്ടുകളിലും അവ്യക്തമായിട്ട് നോക്കുന്നതിനേക്കാൾ രോഗികളുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് പുലർത്താൻ ശ്രമിക്കുന്ന ഡോക്ടേഴ്സ് രോഗിയോടുള്ളൊരു അർപ്പണബോധമാണെന്ന്. അതായത് ഇപ്പൊ പല ഡോക്ടേഴ്സും എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഡോക്ടേഴ്സ് ചിലപ്പോ നമ്മുടെ കണ്ണിൽ നോക്കി കൂടി സംസാരിക്കുന്നുണ്ടാവില്ല അല്ലേ. ഇപ്പൊ ഓൾറെഡി കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അവരുടെ റൂമില്. അപ്പൊ സ്ക്രീനിൽ തന്നെ നോക്കിയിട്ട് ചിലപ്പോ അവര് നമ്മുടെ കണ്ണിലോട്ട് നോക്കുന്നില്ല, ഒരു ഐ കോണ്ടാക്ട് ഇല്ല. നമ്മൾ അവിടെ ഇരുന്ന് പറയുന്നു ഇന്നതാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ലെ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ നമ്മുടെ മുഖത്തേക്കോ ഫേസിലോട്ടൊന്നും നോക്കാതെ തന്നെ സിസ്റ്റത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കും ഇല്ലേ? അങ്ങനെയല്ലേ? ആണോ? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇപ്പൊ ചാർട്ടിലാണ് എഴുതുന്നതെങ്കിൽ ചാർട്ടിൽ അവർ എഴുതും. അവര് നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെയാണ് നോർമൽ ഒരു ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. കാര്യമായിട്ട് ഒരു പേഷ്യന്റിനെ ഇത്ര ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. നമ്മൾ അങ്ങനെ എല്ലാവരും ഒരുപോലെയാണെന്നല്ല പറയുന്നത്, ഇങ്ങനെയുള്ളവരും ഉണ്ടെന്ന്. അതായത് ഒരു ഐ കോണ്ടാക്ട് പേഷ്യൻസിനോട് ഇല്ലാതെ ജസ്റ്റ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാത്രം നോക്കി ടൈപ്പ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. എന്തെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാവില്ലേ? പോകുമ്പോ നമ്മളുടെ കണ്ണിലോട്ടൊന്നും നോക്കണില്ല, നമ്മളുടെ ഫേസിലോട്ടേ നോക്കാണ്ട് ഡോക്ടർ എന്ത് ചെയ്യും? മെഡിസിൻ ഒക്കെ എഴുതും കൃത്യമായിട്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സോ ഇങ്ങനൊരു അവസര സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. Some practitioners may select to have medical scribe in the room for this very reason, which allows them to listen with their eyes. While scribe take notes, seeing patient's name also helps individualize and personalize the patient experience, like thus asking questions like what matters you. അതായത് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു പേഷ്യന്റിനും ഡോക്ടറും തമ്മിൽ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഡോക്ടർ ഒരു പേഷ്യൻസിന്റെ കണ്ണിൽ നോക്കി പേഷ്യൻസിന്റെ വിവരങ്ങള് പേഷ്യൻസിനോട് നേരിട്ട് സംസാരിക്കുക, എങ്കിലേ പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. സോ അതിനു വേണ്ടി ചില ഡോക്ടേഴ്സ് അവരുടെ റൂമില് മെഡിക്കൽ സ്ക്രൈബിനെ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതായത് മെഡിക്കൽ സ്ക്രൈബുകൾ ഒരു ഹെൽപ്പ് ഒരു അസിസ്റ്റന്റ് പോലെ. മെഡിക്കൽ സ്ക്രൈബ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ട്രെയിനി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കാം. മെഡിക്കൽ കോഡിങ് അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബ് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള മെഡിക്കൽ സ്ക്രൈബേഴ്സിനെ ഡോക്ടേഴ്സ് അവരുടെ റൂമിൽ വെക്കുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ്? വിച്ച് ദം അലൗസ് ടു ലിസൺ വിത്ത് ദെയർ ഐസ്. പേഷ്യന്റിനോട് ഡോക്ടറിനെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നു. അതായത് ഡോക്ടർ പേഷ്യന്റിനോട് വിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഈ വിവരങ്ങൾ ഈ കൂടെ നിൽക്കുന്ന മെഡിക്കൽ സ്ക്രൈബാണ് നോട്ട് ചെയ്ത് വെക്കാറ്. ഓക്കെ, അപ്പോ അത് ഡോക്ടറിന് കുറച്ചും കൂടി പേഷ്യന്റിനോട് ഒരു അറ്റാച്ച്മെന്റ് മീൻസ് ഒരു ഐ കോണ്ടാക്ട് അവിടെ ലഭിക്കുന്നു. മെഡിക്കൽ സ്ക്രൈബ് എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ അസുഖങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. ക്ലിയർ ആയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡോക്ടറെ കൂടാതെ ഡോക്ടറിന്റെ റൂമിൽ ഒരു മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്? ഓക്കെ, അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡെവലപ്ഡ് ഏത് ഹോസ്പിറ്റലിലായിരുന്നു? നിബിക, ജിൻസി, കുറച്ച് പേര് നടക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, പാലക്കാട്. ഓക്കെ, അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലേ? ആണോ? ഇത് ഡോക്ടേഴ്സ് തന്നെ അവര് മാംഗ്ലൂർ. ഓക്കെ,
അപ്പൊ ഇത് ഡോക്ടേഴ്സ് തന്നെ അവര് പേഴ്സണൽ ആയിട്ടാണ് സ്ക്രൈബിനെ വെക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ സ്ക്രൈബിനെ വെക്കുമ്പോൾ അവരുടെ കുറച്ച് ഡ്യൂട്ടീസ് സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, പേഷ്യന്റുമായിട്ട് ഒരു നല്ലൊരു ഐ കോണ്ടാക്ടും ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ സെയിം എ പേഷ്യന്റ് നെയിം ഓൾസോ ഹെൽപ്പ് ഇൻഡിവിജ്വലൈസ് ആൻഡ് പേഴ്സണലൈസ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഒരു രോഗിയുടെ അനുഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പേഷ്യന്റിന്റെ പേര് ചോദിക്കുന്നത് തന്നെ അല്ലെ, നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ക്രൈബ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർക്ക് എന്താണ് പേഷ്യന്റിന്റെ കണ്ണിൽ നോക്കി ചോദിക്കാം, ആ പേര് പറയൂ, എന്താണ് അസുഖം അല്ലെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേഷ്യന്റിനോട് ഡയറക്റ്റ്ലി ചോദിക്കാൻ പറ്റും. ഇത് ചോദിക്കുന്നതിനുള്ള ആൻസറുകൾ മെഡിക്കൽ സ്ക്രൈബ് നോട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് മേക്ക് ഇറ്റ് പേഴ്സണലിന്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. പേഷ്യന്റിനോട് ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഐ കോണ്ടാക്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡോക്ടേഴ്സ് മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുക. ഓക്കെ, അത്രയും കാര്യമാണ് പറയുന്നുള്ളതിൽ. അവർക്ക് വേണ്ടിയിട്ട് സംഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണോ മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുന്ന കാര്യം? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വായിച്ചു നോക്കാം. കോഗ്ലി മീൻസ് അവ്യക്തമാകുക, അവ്യക്തമായിട്ട് നോക്കുക. അതായത് കണ്ണിൽ നോക്കാതെ നമ്മളുടെ എന്താ ഐ കോണ്ടാക്ട് ഇല്ലാതെ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ മാത്രം നോക്കിയിട്ട് പ്രിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കിയ ഡോക്ടേഴ്സ്. ഐ കോണ്ടാക്ട് ഇല്ലാന്ന് അവ്യക്തമായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ്. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് നോക്കാം. ഇതേ ഓരോ പോയിന്റ് എടുത്തെടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അർത്ഥം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ട് അതിന്റെ കൺസെപ്റ്റ് പറയുന്നത് കേട്ടോ. നോക്കാം. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. Receiving a new diagnosis or an update to an existing one can be fearsome. Use of non-medical language and teach-back methods helps improve communication and increase patient grasping of their health condition. Okay. Receiving a new diagnosis or an update to an existing can. അതായത് ഒരു പുതിയ രോഗനിർണയം. ഇപ്പൊ നമ്മള് പേഷ്യന്റിന് ഏതെങ്കിലും ടെസ്റ്റുകളിലൂടെ ഇന്ന രോഗമാണെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു. സോ റിസീവിങ് നമ്മൾ സ്വീകരിക്കുകയാണ്, നമ്മൾ അറിയണയാണ്, ഒരു പേഷ്യന്റ് അറിയണയാണ് തനിക്ക് ഇന്ന അസുഖമാണ്, ഇന്നൊരു രോഗമാണ് എന്ന് അറിയണയാണ് അല്ലെ. അപ്പൊ ഒരു പുതിയ രോഗനിർണയം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നിലവിലുള്ള ഒരു അസുഖത്തെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ പേഷ്യന്റിന് പേടി അനുഭവപ്പെടാം, ഭയം അല്ലെ, ഫിയർ മീൻസ് പേഷ്യന്റിന് കുറച്ച് പേടി അനുഭവപ്പെടാം. സോ യൂസ് ഓഫ് നോൺ മെഡിക്കൽ ലാംഗ്വേജ് ആൻഡ് ടീച്ച് ബാക്ക് മെത്തേഡ്സ് ഹെൽപ്സ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. അതിനാൽ പേഷ്യന്റിനോട് അവർക്ക് അത്യാവശ്യം അവരുടെ അസുഖത്തെ കുറിച്ച് പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അവരോട് നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ. എങ്ങനെ നോൺ മെഡിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല്, നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് അവരുടെ മെഡിക്കൽ ലാംഗ്വേജിലാണ് അല്ലെ. നമ്മളോടൊരു എന്താ പറയാ, കോഡ് ഓക്കെ, ദെൻ ഒരു എന്താ പറയാ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സംസാരം ആയിരിക്കും അത് അല്ലെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നോൺ മെഡിക്കൽ, ഫ്രണ്ട്ലി ആയിട്ട് ഓക്കെ, ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ പേഷ്യന്റിനോട് സംസാരിക്കാണ്. അതുപോലെ ടീച്ച് ബാക്ക് മെത്തേഡ്. ടീച്ച് ബാക്ക് മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചറിയുക, പേഷ്യന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചറിയുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നു. പേഷ്യന്റും അല്ലെങ്കിൽ ഡോക്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യിക്കാനും സാധിക്കും. അതുപോലെ പേഷ്യൻസ് ഗ്രാസ്പിംഗ് ദെയർ ഹെൽത്ത് കണ്ടീഷൻ. പേഷ്യന്റിന് അവരുടെ ആരോഗ്യനില എന്താണ് അവരുടെ അസുഖം, അവരുടെ ആരോഗ്യനിലയെ കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ മീൻസ് അത് മനസ്സിലാക്കിയെടുക്കാനും കൂടി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമുക്ക് ഇതിനെ മനസ്സിലാകുമോ? ഡോക്ടേഴ്സ് അവരുടെ കോഡ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ പേഷ്യന്റിന് ഒന്നും മനസ്സിലാവില്ല അല്ലെ. അപ്പോ അതൊരു ഫ്രണ്ട്ലി ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയെ കുറിച്ച് ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പേഷ്യൻസിനെ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാനും സാധിക്കുന്നു. Providing patient with written documentation that they can take home with them is also of importance and will help further lessen feelings of confusion or unease. Generate a positive patient experience by teaching the patient about their health and how nature it
helping the patient understand how their body works and why making certain choices can enhance or detract from their health gives them informed agency over their bodies. They feel like the hospital is the partner in health instead of another person telling them what they should be doing differently. ഒറ്റയടിക്ക് വായിച്ചത് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡാണ്, അതുകൊണ്ടാണ് ഒറ്റ സെന്റൻസ് മുഴുവനായിട്ട് വായിച്ചത്. അല്ലെങ്കിൽ ഓരോന്നും എടുത്തെടുത്ത് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, രോഗിയുടെ ഒക്കെ നമ്മൾ പറഞ്ഞു പേഷ്യൻസിനോട് നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുക. അപ്പൊ പേഷ്യൻസിന് കുറച്ചും കൂടി അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ പേഷ്യൻസിന് അവരുടെ ഹെൽത്തിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡോക്യുമെന്റേഷൻസ് കൊടുക്കാണ്. അതായത് രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള അവർ വർദ്ധിപ്പിക്കാനായി കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ പ്രിസ്ക്രിപ്ഷൻ ചീട്ടുകൾ അതുപോലെ തന്നെ റിസൾട്ടുകളൊക്കെ പേഷ്യൻസിന്റെ കയ്യിൽ കൊടുക്കാണ്. അപ്പൊ അവർക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ റിസൾട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത്ര പോയിന്റ് ഉണ്ട്, അപ്പൊ നമുക്കത് കുറയ്ക്കാനായിട്ടൊക്കെ ചെയ്യാം അല്ലെ. നമുക്ക് തന്നെ ഈ ഡോക്യുമെന്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കുന്നു. ദെൻ പിന്നെ പറയുന്നത് എന്താണ്? ഹെൽപ്പിംഗ് പേഷ്യന്റ് അവരുടെ ബോഡിനെ കുറിച്ചും അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് തിരിച്ചറിയാനായിട്ട് ഈ ഡോക്യുമെന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ രോഗികളെ അവരുടെ ആരോഗ്യത്തെ കുറിച്ച് എങ്ങനെയാണ് ഒരു പക്വത പ്രാപിക്കുക, അതായത് തങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റേഷൻസിലൂടെയും ഡോക്ടർ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോഴും കുറച്ചുകൂടി അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് രോഗിക്ക് നല്ലൊരു അനുഭവമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. പേഷ്യന്റ് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും എല്ലാ പേഷ്യൻസിനും അല്ലെ. നല്ലൊരു നമ്മളോടൊരു മെഡിക്കൽ അല്ലാതെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ചില ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഇല്ലേ. ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി എന്ന് തന്നെ പറയാം ഇല്ലേ. അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും. ഡോക്ടറെ പോയി കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണെന്ന് പറയും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടെല്ലാം തുറന്ന് പറയാം അല്ലെ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. ഡോക്ടറും അതുപോലെ തന്നെ തിരിച്ച് നല്ലൊരു എന്താ പറയാ ഒരു ബിഹേവിയർ നല്ലൊരു രീതിയിലായിരിക്കും. അങ്ങനെയുള്ള ഡോക്ടേഴ്സുകളും ഉണ്ട് ഇല്ലേ. അങ്ങനെ അനുഭവം ഇല്ലാത്തോളും ആർക്കില്ല അനുഭവം. ഓക്കെ അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടേഴ്സ് അങ്ങനെയല്ലേ, നമുക്ക് അവരോട് ഓപ്പൺ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നല്ലൊരു അങ്ങനത്തെ ഒരു അനുഭവം. ഓക്കെ, അപ്പൊ അതാണ് എഡ്യൂക്കേറ്റ് പേഷ്യൻസിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. എൻഷുർ ക്ലീൻലിനെസ് അല്ലെ, ശുചിത്വം ഉറപ്പുവരുത്തുക. ഒരു ഹോസ്പിറ്റല് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എന്താണ്? ശുചിത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. നോക്കാം. No patient needs to receive care in a situation that does not feel safe and sanitary. അല്ലേ, അതായത് ശുചിത്വവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു ഏരിയയിൽ നിന്നും ഒരു പേഷ്യന്റിന് നമ്മള് പരിചരണം ലഭിക്കേണ്ടതില്ലാണ്. അതായത് ശുചിത്വമുള്ളിടത്തായിരിക്കണം ഒരു രോഗിക്ക് പരിചരണം നമ്മൾ നൽകേണ്ടത്. ഒരു വൃത്തിയില്ലാത്ത ഒരു ഏരിയയിൽ നിന്നും ഒരിക്കലും ഒരു പേഷ്യന്റിന് പരിചരണം നൽകാൻ പാടില്ല. അതിനാൽ പ്രാക്ടീസിങ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഏരിയയും ക്ലീൻ ആയിരിക്കണം, ശുചിത്വം ഉണ്ടായിരിക്കണം. Then from the waiting room to the physician officer, waiting room മുതൽ ഫിസിഷ്യന്റെ ഓഫീസർ, ഫിസിഷ്യന്റെ റൂം വരെ എപ്പോഴും ശുചിത്വം പാലിച്ചിരിക്കണം. Helps safeguard patient and put them at ease. ഏത് രോഗികളെ സുരക്ഷിതരാക്കാനും സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ശുചിത്വം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ. അപ്പോ ശുചിത്വമുള്ള ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ പേഷ്യന്റിന് ചികിത്സ നൽകാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് എൻഷുർ ശുചിത്വം ഉറപ്പുവരുത്തുകയിൽ പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ വായിക്കുക. Make it possible, educate the patient, ensure cleanliness ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അത് നിങ്ങൾ എന്താണ് വായിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യം അത് സിമ്പിൾ ആക്കിയൊന്ന് മലയാളത്തിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് ബൈമാറ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ, ആണോ? ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണോ അതിനുള്ളിൽ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
മാക്സിമം ഞാനത് ഷോർട്ട് ആക്കിയിട്ട് സിമ്പിൾ ആക്കിയാണ് പറയുന്നത്. കാരണം ഓരോ പോയിന്റും എടുത്തെടുത്ത് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ വായിച്ചിട്ട് അതിന്റെ ഒരു മീനിങ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. അല്ലേ, പഴയ സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. When it comes to improving the patient experience, upgrading outdated internal system is important. അല്ലേ, അതായത് എന്താണ് പറയുന്നത്, നമ്മുടെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കണമെങ്കിൽ പഴയ രീതിയിലുള്ള സിസ്റ്റം ഒക്കെ ഔട്ട്ഡേറ്റഡ് ചെയ്യുക, ദെൻ അപ്ഗ്രേഡ് ചെയ്യുക, പുതിയ പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. ഈവൻ സ്മോൾ അപ്ഡേറ്റ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് തുടങ്ങി. അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂം സൈനേജസുകളിലൊക്കെ മാറ്റം കൊണ്ടുവരാം. വെയിറ്റിംഗ് റൂമിൽ എന്തൊക്കെയാണ് മാറ്റം? ഇപ്പൊ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഈ എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്പർ വിളിക്കില്ലേ സിസ്റ്റം, ടോക്കൺ ഡിസ്പ്ലേ അറിയാമോ? എന്താണ് ടോക്കൺ ഡിസ്പ്ലേ? നമ്മൾ ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ ഡോറിന്റെ അവിടെ നമ്പറോട് ഡിസ്പ്ലേ ചെയ്യും അല്ലേ? അങ്ങനെയുള്ള പുതിയ പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. സൈനേജ് ആണ് സിസ്റ്റംസ്. നഴ്സ് കോൾ ബട്ടൺസ്. എന്ത് നഴ്സ് കോൾ ബട്ടൺ എന്ന് പറഞ്ഞാലാ? പെട്ടെന്ന് വിളിക്കാനൊക്കെ ആയിട്ടുള്ള, നഴ്സസിനെ പെട്ടെന്ന് വിളിക്കാനായിട്ടുള്ള കോൾ ബട്ടൺസ്. അങ്ങനെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസുകൾ കൊണ്ടുവരിക. ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെയുള്ള സിസ്റ്റംസുകൾ കൊണ്ടുവരുന്നത് പേഷ്യന്റിന്റെ സംതൃപ്തിയെ വർദ്ധിപ്പിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെ കുറച്ചുകൂടി ഫലവത്താക്കുന്നു. അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ബി പങ്ക്ച്വൽ. പങ്ക്ച്വൽ എന്ന് വെച്ചാൽ എന്താണ് മലയാളം? പങ്ക്ച്വാലിറ്റി ഒരു സ്റ്റുഡൻസിന് ഏറ്റവും വേണ്ട കാര്യമാണ് അല്ലെ? പങ്ക്ച്വാലിറ്റി. എന്താ പങ്ക്ച്വാലിറ്റി? എല്ലാവർക്കും എന്താ പങ്ക്ച്വാലിറ്റി? കൃത്യനിഷ്ഠത അല്ലെ? ഒരു സമയം പറഞ്ഞാല് അത് കൃത്യമായിട്ടും പാലിക്കുക. ഓക്കെ, നോക്കാം. പങ്ക്ച്വാലിറ്റി പ്രിവൈൽസ് എ പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ എ പേഷ്യന്റ് ബിസി ഷെഡ്യൂൾ. അല്ലെ, പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ, ഒരു പേഷ്യന്റിന്റെ തിരക്കുള്ള ഒരു ഷെഡ്യൂളിനോടുള്ള പരിശീലകന്റെ, ഡോക്ടറിന്റെ ഒരു ആദരവാണെന്ന്. അതായത് ഡോക്ടേഴ്സും കൃത്യമായിട്ട് പങ്ക്ച്വാലിറ്റി പാലിച്ചിരിക്കണമെന്ന്. കൃത്യമായിട്ടും ഡോക്ടേഴ്സ് മീൻസ് 10 മണിക്കാണ് അവര് ഒപിയിൽ ഇരിക്കുന്നതെങ്കിൽ, കൺസൾട്ടേഷൻ ഇരിക്കുന്നതെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ ഡോക്ടറോട് ഉണ്ടായിരിക്കണം. പേഷ്യന്റ് ഓൾറെഡി മുന്നേ നേരത്തെ വന്നിരിക്കുന്നുണ്ടാകും അല്ലെ? പക്ഷെ പരിശോധിക്കാനായിട്ട് ഡോക്ടർ വേണ്ടേ? സോ ഡോക്ടറും എന്ത് ചെയ്യണം? പേഷ്യന്റിനോടുള്ള ഒരു ആദരവാണെന്നത്. കറക്റ്റ് ടൈമിൽ വന്ന് കൃത്യനിഷ്ഠത പാലിക്കുക എന്നുള്ളത്. If an organization find it difficult to see patient in a timely manner, they may require to examine their scheduling process and or staffing needs.
ഇനി ചില സമയങ്ങളിൽ സമയബന്ധിതമായിട്ട് രോഗികളെ കാണാനായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ബുദ്ധിമുട്ടുണ്ടാകും. മീൻസ് ഡോക്ടറിനെ ചിലപ്പോൾ സാധിക്കാതെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്റ്റാഫുകളുടെയും കൂടി കുറച്ച് സാഹചര്യങ്ങളും ആവശ്യങ്ങളും നമ്മൾ പരിഗണിക്കണമെന്ന് പേഷ്യൻസ്. അതായത് എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് നിങ്ങൾ നമ്പർ എടുത്ത് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ നമ്പർ ഒരു 10ാമത്തെയാണ് നിങ്ങളുടെ നമ്പർ എന്ന് വിചാരിക്കാം. 9ാമത്താണ് പേഷ്യന്റ് കയറി കഴിഞ്ഞ് അടുത്തത് നമ്മളാണ് 10ാമത്തെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചിലപ്പോ 9ാമത്തെ പേഷ്യന്റിനെ നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടർ ചിലപ്പോ ഒന്നിന് പുറത്തേക്ക് ഇറങ്ങി, ഒന്നില്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ റൗണ്ട്സിന് പോയിട്ടുണ്ടാവുക, റൗണ്ട്സിന് പോകും. അല്ലെങ്കിൽ ഡോക്ടറിന് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടതായിട്ട് വരാം. നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. കറക്റ്റ് നമ്മളുടെ ആ ഒരു ടൈമിലായിരിക്കും ഡോക്ടർ പോകുന്നത് ഇല്ലേ? പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടാണല്ലോ. ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവം? ഉണ്ടായിട്ടുണ്ടോ? ആർക്കും ഉണ്ടായിട്ടില്ല അല്ലേ? പലപ്പോഴും നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? കറക്റ്റ് നമ്മളുടെ നമ്പർ എത്തുമ്പോൾ തന്നെ ആയിരിക്കും ഡോക്ടർ ചിലപ്പോൾ അവിടെ എണീറ്റ് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ടാകാം. ചിലപ്പോൾ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കാണാനായിട്ട് റൗണ്ട്സിന് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസുകളൊക്കെ വന്നേക്കാം അല്ലെ? അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ പേഷ്യന്റ് അവരുടെ ആവശ്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് അല്ലെ? എന്തായാലും ഒരു എമർജൻസി കേസ് വരുമ്പോ അങ്ങനെ പറ്റില്ല, ഞങ്ങൾ നോക്കിയിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്യാം? പേഷ്യൻസ് അവരുടെ അതായത് സ്റ്റാഫുകളുടെയും ആവശ്യങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ഓക്കെ, അതാണ് ഈ പങ്ക്ച്വലിൽ പറയുന്നത്. കൃത്യമായിട്ടും ഡോക്ടേഴ്സും സ്റ്റാഫുകളും കൃത്യനിഷ്ഠത പാലിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? പേഷ്യൻസ് അതിലൊന്ന് അഡ്ജസ്റ്റബിൾ ആയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? കൃത്യനിഷ്ഠത പാലിക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കാം, സെറ്റ് എക്സ്പെക്ടേഷൻ. എന്ത് എക്സ്പെക്ടേഷൻസ് എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻസ് നമ്മളുടെ പ്രതീക്ഷ അല്ലെ? നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അവനിൽ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? എന്തായിരിക്കും ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ള അവന്റെ പ്രതീക്ഷ? എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴുള്ള പ്രതീക്ഷ? ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, വെറുതെ ചുമ്മാ പോണോ? എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോ? എന്തായിരിക്കും? നമ്മളുടെ രോഗം മാറണം അല്ലെ? രോഗം മാറും, നല്ല പരിചരണം നമുക്ക് ലഭിക്കും അല്ലെ? നല്ല ഗുഡ് ട്രീറ്റ്മെന്റ്, നല്ല ചികിത്സയായിരിക്കും നമുക്ക് ലഭിക്കുക. അതിനാൽ നമ്മളുടെ അസുഖം പൂർണ്ണമായും ഭേദമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഏതൊരു പേഷ്യന്റും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നോക്കാം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് സെൻഡ് ഹോപ്പ് ബൈ കീപ്പിംഗ് all information on their website, patient portal and printed collateral up to date always. അല്ലേ? അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പേഷ്യന്റ് പോർട്ടലിലോ എന്നിവയിൽ എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. കൊളാറ്ററൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പേഷ്യൻസിന്റെ വിവരങ്ങൾ, ഇൻക്ലൂഡിംഗ് ഓൺ FAQ സെക്ഷൻ. FAQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മള് പേഷ്യന്റ് സർവേ ഒക്കെ ചെയ്യില്ലേ, അതുപോലുള്ള പ്രിന്റഡും ഡിജിറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ റീഫിൽ ചെയ്യണമെന്ന്. അതായത് നമ്മള് ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്തിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ്. ഒന്നുകൂടെ പറയാം കേട്ടോ, വായിച്ചത് കംപ്ലീറ്റ് ചെയ്തേട്ടോ. പറയാം, റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ് ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഓൾസോ പ്ലേസ് എ vital role in aligning patient hope with their expectations. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻഫോർമേഷൻസ്, പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ ഉണ്ടല്ലോ, അത് വെബ്സൈറ്റിലും അതുപോലെ തന്നെ പേഷ്യന്റ് പോർട്ടൽ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എഴുതുന്നതാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. സോ ഈ പേഷ്യന്റിന്റെ വിവരങ്ങള് പേഷ്യന്റ് പോർട്ടലിലും അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ളതിലും എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന്. ഓരോ വിവരങ്ങളും ഇങ്ങനെ കൃത്യമായിട്ടും നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യണം എന്ന് പറയില്ലേ, അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഇൻക്ലൂഡിംഗ് FAQ സെക്ഷൻ. FAQ എന്ന് പറഞ്ഞാല് ഫ്രീക്വൻസി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പേഷ്യന്റിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതായത് നമ്മൾ സർവേ നടത്തില്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പ്രിന്റഡ് ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ ദാറ്റ് ഡയറക്ട് ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻസ്. അല്ലെ? അതായത് മെറ്റീരിയൽ ആയിട്ടും അല്ലെങ്കിൽ നമ്മള് ലിങ്ക് വഴി നമ്മള് സർവേ ചെയ്യുന്നു എന്നൊക്കെ പറയേ, അങ്ങനെയുള്ള പേഷ്യൻസിനോട് അവരുടെ
ഫീഡ്ബാക്ക് എടുക്കണമെന്ന് മീൻസ് അവരുടെ എക്സ്പെക്ടേഷനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീഡ്ബാക്കുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സർവേകളും കാര്യങ്ങളും ചെയ്യുക. Then receive care after hours and schedule appointments also plays a vital role in aligning patients' hopes with their experience. അല്ലെ, അതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് ശേഷം പരിചരണം പേഷ്യന്റിന് ആ ഒരു കെയർ സ്വീകരിക്കാനും അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾ നിർദ്ദേശിക്കാനും അതുപോലെ തന്നെ ഈ പ്രിന്റഡ് ഡിജിറ്റൽ ആയിട്ടുള്ള മെറ്റീരിയലുകളെ കുറിച്ചൊക്കെ അവർക്ക് മീൻസ് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്നു. പേഷ്യൻസിനോട് ഫീഡ്ബാക്ക് എടുക്കാം. ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുകയും പേഷ്യന്റിനോട് അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ റിക്വയർമെന്റ്സോ ഫെസിലിറ്റികൾ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. അതിലൂടെ അവരുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. പ്രതീക്ഷ ഉണ്ടാവില്ല. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞു നല്ലൊരു കെയർ ആണ് പ്രതീക്ഷിക്കുന്നതെന്ന്. അപ്പൊ ആ പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അവരോട് ചോദിക്കുക. ലാസ്റ്റ് പറയുന്നത് പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ അല്ലെ. പേഷ്യന്റിന് അവർക്കൊരു ഹോപ്പ് ഉണ്ട്, അതായത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷന് അത്രയും തന്നെ ഹോസ്പിറ്റലിന് ചെയ്യാൻ സാധിക്കണമെന്ന്. അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഹോസ്പിറ്റലിന് നൽകാനായിട്ട് കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക അല്ലെങ്കിൽ സർവേകൾ നടത്തിയിട്ട് ഫീഡ്ബാക്ക് എടുക്കുന്നത്. അവരുടെ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആവശ്യങ്ങൾ റിക്വയർമെന്റ് എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസുകളിലൂടെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഒരു പേഷ്യന്റ് വിചാരിക്കുന്നതിനപ്പുറം, ഹോപ്പ് ചെയ്യുക, പ്രതീക്ഷിക്കുന്നതിനപ്പുറം നല്ലൊരു കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? സെന്റൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടകെട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഉള്ളിലെ കാര്യം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അവിടെ പേരൊന്നും ഞാൻ പറയുന്നത് നമ്മളുടെ പേഷ്യന്റിന്റെ വിചാരിച്ചിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് നല്ലൊരു ക്വാളിറ്റി കെയർ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം മാത്രമാണ് അതിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഓരോ കോഴ്സ് എടുക്കുമ്പോഴേ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. സംഭവം അത്രേ ഉള്ളൂ. പേഷ്യന്റിന്റെ നമ്മളുടെ ഒരു എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതലായിട്ട് നല്ലൊരു കെയറും പരിചരണങ്ങളും അവർക്ക് കൊടുക്കുക, പേഷ്യന്റിന് കൊടുക്കുക. ഓക്കെ, then next നോക്കാം, go digital. ഡിജിറ്റലിലേക്ക് പോവുക. Hospitals can do just about anything with a few taps on our phones, from paying our bills to booking a vacation. ഹോസ്പിറ്റൽസ് നമുക്ക് പേഷ്യൻസിനെ സംബന്ധിച്ച് നമ്മളുടെ ഫോണിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിപ്പോ ചെയ്യാൻ പറ്റും ഫോണിൽ കൂടി. ഫ്രം പേയിങ് അവർ ബിൽ, നമുക്ക് ബില്ല് പേയ്മെന്റ് ചെയ്യാം അല്ലെ. ഗൂഗിൾ ഇതൊക്കെ നമുക്കുള്ളത്. ഗൂഗിൾ പേ വഴി ബില്ല് പേയ്മെന്റ് ചെയ്യാം. ബില്ല് പേയ്മെന്റ് തുടങ്ങി ബുക്കിംഗ് എ വെക്കേഷൻ, ഒരു വെക്കേഷൻ എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാം, അതായത് എവിടെയെങ്കിലും പുറത്തു പോകാനോ അല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തൂടെ. ഇതിനുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിജിറ്റലൈസിംഗ് യുവർ പ്രാക്ടീസ് ക്യാൻ generate proficiency for your staff and patients that make better everyone's experience. അല്ലെ, അപ്പോ ഡിജിറ്റലൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ ഫോണില് ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ ചെയ്യാം, പേയ്മെന്റ് ബില്ല് പേയ്മെന്റുകൾ ചെയ്യാം, അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് കൊടുക്കാം. സർവേകൾ തന്നെ നമുക്ക് ഫോണിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റലൈസിംഗ് ആക്കുന്നത് മൂലം പേഷ്യന്റിനും അതുപോലെ തന്നെ സ്റ്റാഫിനും അനുഭവം അവരുടെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവും ലഭിക്കുന്നു. ചിലപ്പോൾ ടെക്നോളജിക്ക് അധികം യൂസ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഉപയോഗം കാരണം അതിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിവും ലഭിക്കുന്നു. നിങ്ങളിൽ തന്നെ ഒത്തിരി പേർക്ക് ചിലപ്പോൾ അറിയാത്തവരുണ്ടാകാം. എങ്ങനെയാണ് ഒരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ. എല്ലാവർക്കും അറിയില്ലാന്നല്ല കേട്ടോ, എങ്കിലും ചിലവർക്ക് കുറച്ചു പേർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയില്ലാത്തവരൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് പറയുന്നത് ഡിജിറ്റലൈസിങ് ആക്കാന്ന്. അപ്പൊ നമുക്ക് നമ്മളുടെ അറിവും കുറച്ചും കൂടി വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള ടെക്നോളജിക്കലിലുള്ള ഒരു അറിവ് വർദ്ധിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ അനുഭവം അവിടെ ഇംപ്രൂവ് ചെയ്യിക്കാനും സഹായിക്കുന്നു. The right software allows to digitalize every step in the patient's journey, from booking an appointment to paying their deductibles. എന്താ deductibles എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, deductibles മീനിങ് എന്താ? deductibles എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവരുടെ കുറക്കുക എന്താണ് അപ്പോയിന്റ്മെന്റുകൾ പെട്ടെന്ന് അവർക്ക് എടുക്കാനും ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് രോഗിയുടെ ജേണിയുടെ എല്ലാ ഘട്ടവും ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഘട്ടവും ഡിജിറ്റലൈസ് ചെയ്യണേ. അതുപോലെ തന്നെ എന്താണ് പേയിങ് ദ ഡിഡക്റ്റബിൾസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നുള്ള മീനിങ്. അതായത് ടൈം കുറക്കുക. ഡിജിറ്റലൈസ് ആകുമ്പോൾ നമുക്ക് അത്രയും ടൈം വേണോ? നേരിട്ട് പോയിട്ട് നമ്മൾ വന്ന് ബുക്ക് ചെയ്യുന്നതിന് പകരം ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടൈം കുറയ്ക്കാം ഇല്ലേ? ആണോ? രോഗിയുടെ ആ ഒരു പേഷ്യന്റിന്റെ ജേണിയിൽ ഫുള്ളായിട്ട് ഡിജിറ്റലൈസ് ആക്കാണ്. നമ്മൾ രോഗി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തുടങ്ങി ആലോചിച്ച് നോക്കി നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഡോക്ടറെ കാണാം, മെഡിസിൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി വാങ്ങിക്കാം, പൈസ കൊടുക്കണം, പകരം എന്ത് ചെയ്യാം, ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം അല്ലെ? ദെൻ ഫീഡ്ബാക്ക് നമുക്ക് ഫോണിലൂടെ മെസ്സേജ് അയക്കാം. അങ്ങനെയുള്ള സിസ്റ്റംസ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ടൈം പരമാവധി സ്പെൻഡ് ചെയ്യാണ്, കുറച്ച് സമയം മതിയെന്ന്. ഓക്കെ, എല്ലാ തരത്തിലും ഡിജിറ്റലൈസ് ആകാം. അത് പേഷ്യന്റിനും സ്റ്റാഫിനും ഒരുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഗോ ഡിജിറ്റലിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. എക്സ്പെക്ടേഷനും ഗോ ഡിജിറ്റലും വായിക്കാം കേട്ടോ. നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് അതിനുള്ളിൽ എന്താണ് മെയിൻ ആയിട്ട് അവിടെ പറയുന്നത് അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഓരോ വാക്കും വായിച്ച് അത് അർത്ഥം മനസ്സിലാക്കി പഠിക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്, മെയിൻ ആയിട്ട് അതിന്റെ കണ്ടന്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കണല്ലോ. നമുക്ക് ഓരോ പോയിന്റ് ആണെങ്കിലും നമുക്ക് അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പോകാം അല്ലെ? ഇത് ടോട്ടൽ ആയിട്ടൊക്കെ ഒന്ന് വായിക്കുക. then എന്താണ് അതിന്റെ കൺസെപ്റ്റ് അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, വായിക്കാം കേട്ടോ. വായിച്ചോ രണ്ട് പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിക്രീസ് വെയിറ്റ് ടൈംസ് അല്ലെ? വെയിറ്റിംഗ് ടൈം പരമാവധി കുറയ്ക്കാം. അപ്പൊ തന്നെ നമ്മൾ പേഷ്യന്റ് ഹാപ്പി ആണ് അല്ലെ? നമ്മൾ ഒത്തിരി സമയം ചീട്ടെടുക്കാനും അല്ലെങ്കിൽ ഡോക്ടറെ കാണാനും ഫാർമസിയിൽ ഒത്തിരി സമയം വെയിറ്റിംഗ് ടൈം ഉണ്ട്, കാത്തിരിപ്പ് സമയമുണ്ട് അല്ലെ? അപ്പൊ അത് ഭയങ്കര ബോറിംഗ് ആണ്. നമുക്ക് ബോറിംഗ് എന്നല്ല, ചിലപ്പോ പേഷ്യന്റിന്റെ സാഹചര്യം അങ്ങനെയായിരിക്കും, അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കാം. സോ ഡിക്രീസ് ദ വെയിറ്റിംഗ് ടൈം. Decrease the amount of time that patients spend in waiting rooms. Plan to get rid of time spent traveling to and from appointments, removing stress and attendance barriers for many patients. അല്ലെ? അതായത് വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പരമാവധി പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക. Then plan to get rid time എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരിപ്പ് മീൻസ് അപ്പോയിന്റ്മെന്റിലേക്കുള്ള സമയം ഒഴിവാക്കാണ്. rid of time എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റിൽ പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ആക്കി കൊടുക്കുകയാണ് പേഷ്യൻസിന്. അതിന്റെ സമയം കുറയ്ക്കുക, അതായത് കാത്തിരിപ്പ് കുറച്ചുകൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ടും അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ റെഡി ആക്കി കൊടുക്കുക. റിമൂവിങ് സ്ട്രെസ് ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ്, അതായത് അറ്റൻഡൻസിന്റെ ഹാജർ തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതായത് കാത്തിരിപ്പ് സമയം കുറച്ച് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, പേഷ്യന്റിന് ഡോക്ടറെ കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക.
patient registration paperwork also contribute to longer wait times. അല്ലേ? പേഷ്യന്റ് നമ്മളൊരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്, നമ്മൾ ഫസ്റ്റ് ഇയറിലെ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ തന്നെ ചിലപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവിടെ സ്റ്റാഫുകളുടെ എണ്ണം കുറവായിരിക്കാം, അല്ലെ? അങ്ങനെ ഒത്തിരി റീസൺസ് ഉണ്ട് അതിന്. സോ ഒരു ലോങ് വെയിറ്റിംഗ് ടൈം ആണ് ഒരു പേപ്പർ വർക്കിന് വേണ്ടി വരുന്നത്. സോ hospital can use a secure online program to let the patient complete and submit their registration paperwork before their appointment. അല്ലെ? അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് മുന്നായിട്ട് പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട്, നമ്മുടെ ഡീറ്റെയിൽസും പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യാം? ഓൺലൈൻ പ്രോഗ്രാം കൊണ്ടുവരാൻ, എല്ലാം ഓൺലൈൻ ആക്കാൻ. അതായത് എഴുത്തും കാര്യങ്ങളൊക്കെ കൂടാതെ, എഴുത്തിന്റെ ആവശ്യത അവിടെ വരുന്നില്ല, പകരം ചെയ്യാം എല്ലാം ഓൺലൈൻ ആക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ സമയം പെട്ടെന്ന് അടുത്ത പേഷ്യൻസിലോട്ട് നമുക്ക് പോകാം, അല്ലെ? അപ്പൊ വെയിറ്റിംഗ് ടൈമോടെ പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നു. ദെൻ രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ബിഫോർ ദിയർ അപ്പോയിന്റ്മെന്റ്, ഫർദർ ഡിഡക്റ്റിംഗ് ടൈം. നമുക്ക് എന്ത് ചെയ്യാം? ടൈം പരമാവധി കുറയ്ക്കാം. സ്പെൻഡിങ് ദ വെയിറ്റിംഗ് റൂം, വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ടൈം ഇങ്ങനെ ഓൺലൈനൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പരമാവധി കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ പേഷ്യന്റിന് സഹായിക്കുന്നു. അത് പേഷ്യന്റിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെ? നമ്മൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു ബോറായിട്ടുള്ള സംഭവമാണ്, അല്ലെ? അപ്പൊ അത് എല്ലാം ഓൺലൈൻ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നീക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ. ഡിക്രീസ് വെയിറ്റ് ടൈംസ്, അതിന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താ? കാത്തിരിപ്പ് സമയം കുറയ്ക്കുക, അതിനുവേണ്ടി ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ കൊണ്ടുവരിക. അപ്പോൾ പേഷ്യന്റിന്റെ കാത്തിരിപ്പ് സമയങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഓൺലൈൻ ആകുമ്പോൾ അപ്പോയിന്റ്മെന്റ് രജിസ്ട്രേഷൻ ഒക്കെ പെട്ടെന്ന് നടക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ഡെലിവർ ചെയ്യുക, അതായത് പേഷ്യന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവറിത്തിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദ സ്റ്റാഫ് ഡു. രോഗിയുടെ ആരോഗ്യവും ക്ഷേമവുമാണ് ഒരു ഹോസ്പിറ്റലിന്റെയും അതിന്റെ സ്റ്റാഫുകളുടെയും എന്താണ് ജീവനക്കാർ നടത്തേണ്ടത്. പേഷ്യൻസിനാണ്, പേഷ്യന്റിന്റെ ആരോഗ്യത്തിനും പേഷ്യന്റിന്റെ ക്ഷേമം, അതിനാണ് ഒരു ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ ജീവനക്കാരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡർ ദ പേഷ്യന്റ് വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. പേഷ്യന്റ് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിചരണം, രോഗിയുടെ വാല്യൂസ്, അല്ലെ? പേഷ്യന്റിന്റെ മൂല്യങ്ങളും ഇൻഡിവിജ്വൽ പ്രിഫറൻസ്, അല്ലെ? അവരുടെ ആരോഗ്യ ആവശ്യങ്ങളെയും പരിഗണിക്കുന്നു. ആസ് വെൽ ആസ് ഹെൽത്ത് റിക്വയർമെന്റ്, അവരുടെ ആരോഗ്യ ആവശ്യങ്ങളെയും പരിഗണിക്കുന്നു. Education and technological updates that streamline their experience donate to patient-focused care, eventually improving the patient experience and the patient satisfaction scores. Okay, അപ്പോൾ എന്താണ് പറയുന്നത്? രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് രോഗിയുടെ മൂല്യങ്ങളെയും അവന്റെ ഇൻഡിവിജ്വൽ പ്രിഫറൻസിനെയും അവന്റെ ആരോഗ്യ ആവശ്യങ്ങളെയും പരിഗണിക്കുന്നു. അതുപോലെ അവരുടെ അനുഭവം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പേഷ്യന്റിന്റെ അനുഭവം, അവരുടെ എക്സ്പീരിയൻസ് കാര്യക്ഷമമാക്കാൻ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ്, പുതിയ സാങ്കേതികമായിട്ടുള്ള വിദ്യകളും ഒരു രോഗിയെ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടെക്നോളജിക്കലി ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ സംഭാവന ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. സോ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിന്റെ ഇംപ്രൂവ്മെന്റ്സ്, എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കാനും പറ്റും. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർസ്
രോഗിയുടെ സംതൃപ്തിയെ നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഓക്കെ, ഇൻഡിവിജ്വൽ പേഷ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കാണ്. രോഗി കേന്ദ്രീകൃതമാക്കുക, രോഗിയെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ടത്. അവിടെ പ്രധാനപ്പെട്ട റോള്, ഇമ്പോർട്ടന്റ് റോള് പേഷ്യന്റിന് ആയിരിക്കണം. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ്, പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പരിചരണമാണ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, വായിച്ചു നോക്കി. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. കോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കോർ കോഴ്സ് എന്ന് പറയില്ല, നമ്മൾ സ്പെഷ്യലൈസ് ആയിട്ട് എടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് രോഗിയുടെ ഹെൽത്ത്, അല്ലെ, രോഗിയുടെ ആരോഗ്യവും ക്ഷേമവുമാണെന്ന്. കോർ മീൻസ് ഇമ്പോർട്ടന്റ്, അത് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുക കേട്ടോ, അർത്ഥം മനസ്സിലാക്കി വായിക്കുക. കംപ്ലീറ്റ് ചെയ്തോ? ലാസ്റ്റ് പോയിന്റ് നോക്കാം. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. ലൈഫ് ലോങ് ലേണിംഗിനെ എൻകറേജ് ചെയ്യാണ്. നോക്കാം, health care practices and systems are continuously evolving to keep pace. Healthcare professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. നോക്കാം, അതായത് എന്താണ്, ആരോഗ്യ പരിപാലന രീതികള് എന്ത് ചെയ്യുന്നു, സംവിധാനങ്ങള്, അതായത് ഇപ്പൊ നമ്മളുടെ ഹെൽത്ത് കെയർ സംവിധാനങ്ങള്, അല്ലെ, ഹോസ്പിറ്റലുകൾ, പുതിയ പുതിയ സംവിധാനങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്തിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുക, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ. സോ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സും മറ്റും എന്ത് ചെയ്യുന്നു, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എഡ്യൂക്കേഷൻ അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് എക്സ്പാൻഡ് ദെയർ നോളജ്, അവരുടെ അറിവ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ദെയർ എബിലിറ്റി, അവരുടെ കഴിവിനെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ, ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു കെയർ, അവർക്ക് അറിവ് വർദ്ധിക്കുമ്പോൾ ഡോക്ടേഴ്സിന് അതനുസരിച്ചിട്ട് ഇംപ്രൂവ്, അവരുടെ കഴിവ് വർദ്ധിച്ചു, കഴിവ് വർദ്ധിക്കുമ്പോൾ ഹൈ ക്വാളിറ്റി, നല്ലൊരു പരിചരണം രോഗികൾക്ക് നൽകാനും സാധിക്കുന്നു. വിത്ത് ദ റൈറ്റ് സ്കിൽ സെറ്റ്സ് practitioners can help increase patient satisfaction scores, അല്ലെ. ശരിയായിട്ടുള്ള സ്കിൽ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ശരിയായിട്ടുള്ള സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന് രോഗിയുടെ സംതൃപ്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതായത് ഡോക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് വരുന്നു, അവരുടെ പ്രാക്ടീസ്, അവരുടെ എഡ്യൂക്കേഷൻ, അവർ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ ടെക്നോളജികളോ എക്യുപ്മെന്റുകളോ അല്ലെങ്കിൽ ടെക്നോളജികളോ അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ അവരുടെ അറിവ് വർദ്ധിക്കുകയാണ്, അവരുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യുന്നു. അവരുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല പേഷ്യന്റിന് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കെയറുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. വായിച്ചു നോക്കാം കേട്ടോ. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്.
കംപ്ലീറ്റ് ചെയ്തോ? അപ്പോ നമ്മുടെ ഈ ഒരു മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? ഇതില് പകുതി പേരും ഉറങ്ങിയാണെന്ന് എനിക്കറിയാം. സത്യസന്ധമായിട്ട് പറഞ്ഞേ, നല്ല രീതിയിൽ നിങ്ങൾ ഉറക്കം വരുന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇതിൽ പകുതി പേര് കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, കുറച്ച് പേര് എന്തൊക്കെയോ ടീച്ചർ പറയണല്ലേ ഓർത്ത് കേട്ടിരിക്കുന്നവരുണ്ടാകാം അല്ലെ? എനിക്കറിയാൻ കുഴപ്പമില്ല. ചാപ്റ്റർ തന്നെയാണ്, മീൻസ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ? അത്യാവശ്യം കുറച്ച് ഉറക്കം വരുന്ന ഒരു ടൈമുമാണ്, അതിന് പറ്റിയ നല്ലൊരു ചാപ്റ്ററുമാണ് അല്ലെ? ഇതൊരു കോമൺ ആയിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ കുറെ അനുഭവങ്ങളൊക്കെയാണ്. ഞാൻ തുടക്കത്തിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു അല്ലെ, കോമൺ ആയിട്ട് നമ്മളുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അത് മാക്സിമം ഞാനത് ഷോർട്ട് ചെയ്താണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഇനി എന്ത് ചെയ്യാം? വായിക്കുക, നന്നായിട്ട് പഠിക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും? അറ്റൻഡ് ചെയ്യണില്ലേ? മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ടൊക്കെ നോക്കാം അല്ലെ? അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ ആ ഒരു രീതിയിലാണ്. നല്ലപോലെ വായിക്കുക നിങ്ങൾ കേട്ടോ. അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല എങ്കിലും ഒന്ന് വായിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ. ഈ ഒരു വലിയൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും മൺഡേ എടുക്കുന്നത്. ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി അത് എടുത്തിട്ടില്ലല്ലോ? ലോണ്ടറി ആൻഡ് ലിനൻ എടുത്തിട്ടുണ്ടോ ഏതൊക്കെയാണ് ടീച്ചേഴ്സ്? ഇല്ലല്ലോ? ഓക്കെ, ലിനൻ ആയിരിക്കും കേട്ടോ. നല്ല ചാപ്റ്റർ ആണ്, വലിയ ബോധമൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം കേട്ടോ. നന്നായിട്ട് പഠിക്കുക, വായിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. മൊഡ്യൂൾ 4 തന്നെയാണ്. ചാപ്റ്ററിന്റെ നമ്പർ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ ചാപ്റ്റർ നമ്പർ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ.